മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയൽവാസിയുടെ കാലടിച്ചൊടിച്ച് കുട്ടിയുടെ പിതാവ്. തിങ്കളാഴ്ച പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. മർദ്ദനക്കേസിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എന്നാൽ പിന്നീട് പീഡന വിവരം പുറത്തറിഞ്ഞതോടെ അയൽവാസിക്കെതിരെ പോക്സോ കേസ് ചുമത്തി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഒരു കുറ്റകൃത്യവും ന്യായീകരിക്കപ്പെടുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളോട് ഈ തരത്തിലുള്ള അതിക്രമം കാണിക്കാൻ കഴിയുന്ന ആൾക്കാരെ മനുഷ്യനെന്ന് വിളിക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല. അങ്ങനെ ഒരാളോട് ഇങ്ങനെയല്ലാതെ എങ്ങനെയെന്നുള്ള ചോദ്യമൊക്കെ മാനുഷികമായി ഉയരുന്നതാണ്. എന്താണ് സംഭവം? നിലവിൽ ഈ പ്രതിക്കെതിരെ ഉള്ള കേസ് എങ്ങനെയാണ്? അക്ഷയ, ഈ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. അയൽവാസിയായ 40-കാരൻ സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് പിതാവ് വന്നത്. ഈ അയൽവാസി ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഇത്തരം ഒരു ഉപദ്രവത്തിന് ശ്രമിച്ചത്. അപ്പോൾ ഇത് കണ്ടാണ് പിതാവ് വരുന്നത്. പിതാവ് വന്ന് കണ്ട ഉടനെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണം അവിടെ ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു തടിക്കഷ്ണം കൊണ്ട് ഓടി വന്ന് അയാൾ ക്രൂരനായ അയൽവാസിയുടെ കാല് അടിച്ചൊടിക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ഈ അയൽവാസി ചെയ്തത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മുൻവൈരാഗ്യം കൊണ്ട് തന്നെ മർദ്ദിച്ചു എന്നൊരു പരാതി എഴുതി കൊടുത്തു. പോലീസ് വന്ന് ഈ മർദ്ദിച്ച ആളെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ അയാൾ അപ്പോഴും കാല് പിടിച്ച് പോലീസിനടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മകളെ ഉപദ്രവിച്ചത് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്, അത് കണ്ടിട്ടാണ് ഞാൻ ഇയാളെ ആക്രമിച്ചത്, അല്ലാതെ മുൻവൈരാഗ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ചെവിക്കൊള്ളാൻ മനുഷ്യത്വമില്ലാത്ത പോലീസ്, പോത്തൻകോട് പോലീസ് അവിടെ ശ്രമിച്ചില്ല. പകരം ഈ പിതാവിനെ അവർ ഈ മർദ്ദിച്ചതിന് റിമാൻഡ് ചെയ്തു. മറ്റേയാൾ, പരിക്കേറ്റയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടി. പിന്നീട് ആണ് പോലീസ് ഈ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത്. തുടർന്ന് കുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഈ അടികൊണ്ട ആൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം പോലീസിന് നേരെ ഉണ്ടായി. പ്രോസിക്യൂട്ടറോട് എന്താണ് നിങ്ങളുടെ പോലീസ് ഈ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ അതിരൂക്ഷമായി മജിസ്ട്രേറ്റിനെ ചോദിക്കേണ്ടിയും വന്നു. അപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞത് എനിക്കും മനസ്സിലാകുന്നില്ല പോലീസ് എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ കോടതി മുറിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഏതായാലും കോടതി ഇന്ന് ആ കുഞ്ഞിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമെങ്കിലും ആ പ്രതിയായ ഇപ്പോൾ പരിക്കേറ്റ് അടികൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആളെ പോക്സോ കുറ്റപ്രകാരം അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അക്ഷയ, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. അതായത് അച്ഛൻ്റെ മുൻപിൽ വെച്ച്, അതായത് അച്ഛൻ വരുന്ന സമയത്ത് മകളെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നയാളെയാണ് അയാൾ ഉപദ്രവിച്ചത്. പക്ഷേ കേസിൽ അറസ്റ്റിലായത്, റിമാൻഡ് ചെയ്യപ്പെട്ടത് അച്ഛനാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രതിക്കെതിരെ, അയൽവാസിയായ പ്രതിക്കെതിരെ പോക്സോ ചുമത്തിയിട്ടു.